ഫ്രണ്ട്സ്, നമുക്ക് അക്വേറിയം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇതുവരെ ഹെൽമെറ്റാണ്. നല്ലൊരു ഹെൽമെറ്റൊന്നും വേണ്ട, പഴയൊരു ഹെൽമെറ്റ് മതി. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കാണുന്ന സ്പോഞ്ചും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല, അതൊക്കെ റിമൂവ് ചെയ്ത് കളയാം. പഴയ ഹെൽമെറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര സിമ്പിളായിട്ട് അതിൽ നിന്ന് എടുക്കാൻ സാധിച്ചത്. ഫ്രണ്ട്സ്, അങ്ങനെ അതിനുള്ളിൽ സ്പോഞ്ചൊക്കെ എടുത്തു. ഇനി അടുത്തായിട്ട് ഹെൽമെറ്റിൻ്റെ ഒരു ലോക്ക് ഉണ്ടാവും, ആ ലോക്ക് നമുക്ക് ആവശ്യമില്ല, അത് മുറിച്ചെടുക്കാം. ലോക്കൊക്കെ മുറിച്ചെടുത്തു. ഇപ്പോൾ നമുക്ക് ഹെൽമെറ്റിൻ്റെ ഓട മാത്രമേ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫൈബറിൻ്റെ ഗ്ലാസ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ ഫൈബറിൻ്റെ ഗ്ലാസ് ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്ത് തരില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഷീറ്റ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അത് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഷീറ്റൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ആ ഷീറ്റ് ഒന്ന് മുറിച്ചെടുക്കുക. അങ്ങനെ എംസിയിലും കൊണ്ട് ഷീറ്റൊക്കെ ഒട്ടിയിട്ടുണ്ട്. ഒട്ടുന്നത് കാണിച്ചില്ല, വേറൊന്നും കൊണ്ടല്ല, വീടിന് ലെങ്ത്ത് കൂടും, പിന്നെ കുറച്ച് സമയം എടുക്കും ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എംസിൽ തന്നെ വേണമെന്നില്ല, ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ പഞ്ചർക്കായി ഒട്ടിക്കില്ലേ, അപ്പോൾ അതിനും കുഴപ്പമില്ല. പക്ഷെ അതിന് വെച്ച് നല്ലത് എംസിയിലാണ്. അപ്പോൾ എംസിയിലിട്ട് ഒട്ടിക്കുക. എംസിയിലിട്ട് ഒട്ടിക്കുമ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാണ്ട് തന്നെ ഒട്ടിക്കുക, അല്ലെങ്കിൽ വെള്ളമൊക്കെ വെച്ചുകൊണ്ട് ലീക്കേജ് ആകാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് അയച്ചു വെച്ചിരുന്നു. കാരണം ഇപ്പോൾ അയച്ചു വെച്ചത് കൊണ്ട് ഇപ്പോൾ അത് ഹെൽമെറ്റ് നേരെ ചേർന്ന് നിൽക്കുന്നുണ്ട്, അപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടായില്ല. അപ്പോൾ നേരത്തെ പോലെ തന്നെ അങ്ങനെ വെച്ച് ഒട്ടിച്ച് വേണം, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആ ഗ്ലാസ് അയച്ചു വെച്ചത്. അങ്ങനെ അതിന് അടിവശമൊക്കെ ഒട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ മേൽവശം ഒട്ടിക്കാനുണ്ട്. ഇപ്പോൾ അടിവശം ഒട്ടിച്ച പോലെ തന്നെ ആ ഗ്ലാസിൻ്റെ മേൽവശം, ആ ഗ്യാപ്പ് കാണുന്നത്, അതിൽ കൂടെ വെള്ളം ലീക്കേജ് ആകും. അതുകൊണ്ട് ആ മേൽവശമൊക്കെ ഒട്ടിക്കുക. അവിടെ മാത്രമല്ല, ആ കാണുന്ന ഹോള്, പിന്നെ അടിയത്തെ ആ ഹോള്, അങ്ങനെ എല്ലാ ഹോളും ഒട്ടിക്കുക. എന്നാലാണ് വെള്ളം ലീക്കേജ് ഇല്ലാണ്ട് അതിൽ നിൽക്കുള്ളൂ. ഇനി അടുത്തതായിട്ട് ഹെൽമെറ്റിൻ്റെ മേൽവശമായിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം, എന്നാലും പറയണേ, വെള്ളം ഒഴിക്കാൻ പിന്നെ മീനിടാനൊക്കെ ആയിട്ടാണ് ആ ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ എംസിലൊക്കെ വെച്ച് ഒട്ടി. ഇനി അടുത്ത് പെയിൻറ്റിംഗ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡിന് വൈറ്റ് ആണ്.
അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ എടുക്കുക, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബ്ലൂവും വൈറ്റും അങ്ങനെ ഏത് കളർ വേണമെങ്കിൽ എടുക്കുക. ഞാനിവിടെ ചെയ്യുന്നത് MC തൊട്ടിയുടെ മാത്രം ഗോൾഡിന് അടിക്കുന്നത്. അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇപ്പോൾ ഏത് മോഡലാണ് എടുക്കുക. ഇതിപ്പോൾ എൻ്റെ ഒരു മോഡലാണ്, എൻ്റെ മോഡലൊന്നും പറയാൻ പറ്റുന്നില്ല, എന്നെക്കൊണ്ടാണ് പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് അതിൽ കുറേ സ്റ്റാറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാർ നൈസായിട്ട് അലമ്പായെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്തതായിട്ട് ചെയ്യണത് ഇനി ആ ഹെൽമെറ്റ് മുഴുവനായിട്ട് വൈറ്റ് അടിക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, അങ്ങനെ പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞു. വൈറ്റിന് മേലെ കൂടെ സ്റ്റാറൊക്കെ വരച്ചിട്ടുണ്ട്. സ്റ്റാർ ആയോന്ന് എനിക്കറിയില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹെൽമെറ്റിന് ഉൾവശത്തായിട്ട് നമ്മൾ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, മീനൊക്കെ ഇട്ടുകൊണ്ട് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഒരു 12 മണിക്കൂർ ഉണങ്ങാൻ വയ്ക്കുക. അതിനുശേഷം സോപ്പ് പൊടി എന്തെങ്കിലും ഉപയോഗിച്ച് 3 തവണ കയറിയതിന് ശേഷം മീൻ ഇടുക. അല്ലെങ്കിൽ മീൻ ചത്തുവാൻ സാധ്യത കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് ഹെൽമെറ്റിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എനിക്ക് മണി പ്ലാന്റ് ഒന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഈ വള്ളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മണി പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി അടുത്തുള്ള പരിപാടി മീനിടലാണ്. ആ മീൻ ഹെൽമെറ്റിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. നേരത്തെ ഒരുപാട് വള്ളിയൊക്കെ കിട്ടിയിരുന്നു. ആ വള്ളി കൊണ്ട് മീൻ കാണില്ല, അതുകൊണ്ട് കുറച്ച് വള്ളിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. Destined to find one another.
ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊന്ന് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും മാഷ് 16 സൈനിങ് ഔട്ട്.